കൊച്ചിന് വേണ്ടിയെങ്കിലും അവരിവിടെ വധിക്കുവാണെങ്കിൽ എന്നെ വധിച്ചോട്ടെ. തലാലിൻ്റെ വീട്ടുകാരൊക്കെ ആയിട്ട് ഞാൻ മാപ്പ് ചോദിക്കാം. അവളെ ആ കൊച്ചിന് വേണ്ടി വിട്, എന്നെ വധിച്ചോ എന്ന് ഞാൻ പറയാനാണ്. എന്നെ അങ്ങോട്ട് കടത്തിവിടാനുള്ള മാർഗം ചെയ്തു തരണം എന്ന് ഞാൻ ഇവരോട് അപേക്ഷിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി തീരെ കഴിവ് കുറഞ്ഞ വീടാണ്. എനിക്ക് ഇവളിനെ നന്നായിട്ട് പഠിക്കാൻ നല്ല ആഗ്രഹമുള്ള കുട്ടിയാണ്. രണ്ടുപേരും പെൺമക്കൾ രണ്ടും. പക്ഷെ എനിക്ക് സാമ്പത്തികമായിട്ടില്ല. അവിടെ ചെയ്തതിന് ഒരു നീതി അവിടെ കിട്ടാനായിട്ട് നമുക്കൊരു വക്കീലിനെ വെച്ച് കൊടുക്കാൻ അവർ ഒത്തിരി ആവശ്യപ്പെട്ടു. നമുക്ക് സാധിച്ചില്ല. അവർ ചോദിക്കുന്ന ലക്ഷങ്ങൾ ചോദിക്കുന്നത് ഇവിടെ നിന്ന് കൊടുക്കാനായിട്ട് നമുക്ക് കഴിവില്ല. പാലക്കാട് സ്വദേശിയായ നിമിഷപ്രിയ യമനിൽ ജയിലിലായിട്ട് 4 വർഷമാകുന്നു. തലാൽ എബ്ദോ മെഹ്ദി എന്ന യമനി സ്വദേശിയെ വധിച്ച കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടാണ് നിമിഷപ്രിയ ജയിലിലായിരിക്കുന്നത്. ഈ അടുത്ത് നിമിഷയുടെ വധശിക്ഷ യമനി കോടതി ശരിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് നിമിഷയുടെ അമ്മ പ്രേമയാണ്. നമസ്കാരം. ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് റീസെൻ്റായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ബ്ലഡ് മണി കൊടുത്ത് നിമിഷപ്രിയനെ മോചിതയാക്കാനുള്ള ശ്രമങ്ങൾ നടത്താം എന്ന് ഡൽഹി ഹൈക്കോടതിനെ അറിയിച്ചിരിക്കുകയാണ്. അപ്പം അമ്മയുടെ പ്രതീക്ഷകൾ എന്താണ്? എങ്ങനെയാണ് ഇനി മുമ്പോട്ട് ഒരു പ്രതീക്ഷ എന്താണ്? എങ്ങനെയായാലും അവളെ ജീവനോടെ രക്ഷിച്ച് കൊണ്ടുവരും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. സംഘടന സേവ് നിമിഷപ്രിയ എന്ന ഒരു സംഘടന 18 മാസമായി നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർ നന്നായിട്ട് പ്രവർത്തിച്ച് കൊണ്ടുവരും തന്നെ ഇതുവരെയും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്നൊരു നെട്ടലായി വധശിക്ഷ ശരിവെച്ചു എന്ന് പറഞ്ഞപ്പോൾ അറിയാതെ കാര്യം ഇത് എന്തായാലും വിധിയൊന്ന് വന്നാലേ മറ്റു പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്നായിരുന്നു ശരിക്കുള്ള കാര്യം. അപ്പം നമുക്കത് കേൾക്കുമ്പോഴേക്ക് പെട്ടെന്ന് അങ്ങ് ഒരു നെട്ടിപ്പോയി. 7-ാം തീയതി വിധി വധശിക്ഷ ശരിവെച്ചു എന്ന് വാർത്തയിൽ വന്നപ്പോൾ പെട്ടെന്ന് ഞാനൊരു എന്താ പറഞ്ഞു ഭയങ്കരമായ ഒരു നെട്ടലായി പോയി. കാരണം ഇത്രയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് വെറുതെ ആവുകയാണോ? അപ്പോൾ ആ നെട്ടലിൽ ഞാൻ എംഎൽഎ തന്നെ നമുക്ക് വേണ്ട സാമുവല് പറഞ്ഞൊരു ബ്രദറുണ്ട്. അപ്പോൾ നിമിഷയുടെ കാര്യങ്ങളും നമുക്ക് മലയാളിയായ ഒരാളായുള്ളൂ. നമുക്ക് ബാക്കി എല്ലാവരും അറബിയായിട്ട് നമുക്കറിയാം ബന്ധമില്ലല്ലോ. അപ്പോൾ സാമുവൽ സാറാണ് ഇത് ആദ്യം ഇവിടേക്ക് അറിയിച്ചത് തന്നെ. പത്രപ്രവർത്തകർക്ക് അറിയിച്ചത്, മനോരമ പത്രത്തിലേക്ക് അറിയിച്ച് നമുക്ക് വെളിയെ നമ്മളറിയാൻ കാരണം സാമുവലാണ്. അപ്പോൾ നിമിഷ സാമുവൽ സാറിനാണ് ആദ്യം ലെറ്റർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ പിടിക്കപ്പെട്ടപ്പോൾ സാമുവൽ സാറിന് ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഞാൻ അന്ന് പത്രത്തിൽ കണ്ട ഉടനെ ഞാൻ ഡൽഹിയിൽ നിന്നൊരു ദീപ പറഞ്ഞ് വക്കീല്, അപ്പോൾ ദീപ മോളെ വിളിച്ച് പറഞ്ഞു, മോളെ ഇത് എന്തൊക്കെയാണ് പത്രത്തിൽ കേൾക്കുന്നത്, അപ്പം അമ്മ കരയരുത്, വിഷമിക്കരുത്, അത് നമുക്ക് പ്രതികൂലമായിട്ടാണ് വന്നിരിക്കുന്നത്, സാരമില്ല, പത്രത്തിലൊക്കെ പറഞ്ഞോട്ടെ, വാർത്തയിലൊക്കെ പറഞ്ഞോട്ടെ, ടി വിയിൽ കാണാൻ മനസ്സിലേക്ക് കാണണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞ് അവൾ എന്നെ ആശ്വസിപ്പിച്ചു. കുറച്ച് അതുകൊണ്ട് എനിക്ക് തൃപ്തിയാകാണ്ട് വീണ്ടും സാമുവൽ സാറിനെ വിളിച്ചു. സാമുവൽ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഇങ്ങനെയെന്ന്. അപ്പോൾ അത് വിഷമിക്കാനല്ല അമ്മ, അത് കോർട്ടല്ല അങ്ങനെ വിധിച്ചോളൂ, നമുക്ക് വഴിയുണ്ട്, നമ്മളതിന് വേണ്ടത് കാര്യങ്ങൾ ചെയ്യാനുള്ള ഉണ്ടെന്ന് പറഞ്ഞ് അവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അവളെ ഒന്ന് ഏതായാലും അവർ വധിക്കാനായിട്ടുള്ള ശരി വെച്ചു എന്നാണല്ലോ, എവിടുത്തെ നിയമം അങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് എനിക്ക് അവളെ ഒന്ന് കാണാനായിട്ട് എന്നെ അങ്ങോട്ട് പോകാനായിട്ട് ഒരു വഴി ഒരുക്കി തരണം, എനിക്ക് നിമിഷനെ കാണണം. അവളുടെ പെങ്കൊച്ചുണ്ട്, 7 വയസ്സ് കഴിഞ്ഞ് 8ാമത്തെ വയസ്സായി. പെങ്കൊച്ചു എന്നും മമ്മിയുടെ കോവിഡ് തടസ്സം മാറി മമ്മി വരും, കോവിഡ് തടസ്സം കാരണം കൊണ്ടാണ് മമ്മിക്ക് ഫോൺ ചെയ്യാനോ വീഡിയോ കോൾ ചെയ്യാനോ പറ്റാത്തതെന്ന് പറഞ്ഞ് പപ്പയോട് എപ്പോഴും ചോദിക്കുകയാണ്. ഇവിടെ വരുമ്പോഴും പപ്പ കുറച്ചായിട്ടുള്ള കൊച്ചിനെ വേറെ സ്ഥലത്ത് താമസിപ്പിച്ച് ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ അറിയാതിരിക്കാൻ താമസിപ്പിച്ച് പഠിക്കാനാക്കിയിരിക്കും, അല്ലെങ്കിൽ കൊച്ചിൻ്റെ പഠിപ്പ് ഇതായി പോവുകയാണ്. അപ്പോൾ ആ കൊച്ചിങ്ങനെ ചോദിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എനിക്ക് നേരിടാൻ കഴിയില്ല. കൊച്ചിന് അമ്മോദിസയ്ക്ക് അവൾ കണ്ടതാണ്, നേരിൽ രണ്ടുപേരും കൊച്ചിന് അന്നേരം അമ്മയാണെന്ന് അറിയാനും കൂടെ ആകാത്ത ആ സമയം തന്നെ ഇവിടെ പോയതല്ലേ. പക്ഷെ പിന്നീട് വീഡിയോ കോളിൽ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ, നിമിഷയാണ് അമ്മ എന്നൊക്കെ ടോമി പറഞ്ഞു കൊടുത്ത അറിവാവുള്ളൂ. വീഡിയോയിൽ കൂടെ സംസാരിക്കും, അത് വേണം ഇത് വേണം പറയും. ഇപ്പം ബുദ്ധി വെച്ച് വരെ വീഡിയോയിൽ കാണാം, എന്നാ മമ്മി വീഡിയോയോട് വിളിക്കണം, ഇനി എന്നാ വിളിക്കണം, ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം. അതിനെ മറത്താനാണ് ഇപ്പോൾ വേറെ സ്ഥലത്ത് താമസിപ്പിച്ച് പഠിപ്പിക്കാനാക്കിയിരിക്കുന്നത്.
പക്ഷെ കൊച്ചിപ്പോഴും അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൊച്ചിന് വേണ്ടിയെങ്കിലും അവർ ഇവളെ വധിക്കുവാണെങ്കിൽ എന്നെ വധിച്ചോട്ടെ, തലാലിൻ്റെ വീട്ടുകാരൊക്കെ ആയിട്ട് ഞാൻ മാപ്പ് ചോദിക്കാം, അവളെ ആ കൊച്ചിന് വേണ്ടി വിട്, അതിലെന്നെ വധിച്ചോ എന്ന് ഞാൻ പറയാനാണ്, എന്നെ അങ്ങോട്ട് കടത്തിവിടാനുള്ള മാർഗം ചെയ്തു തരണം എന്ന് ഞാൻ ഇവരോട് അപേക്ഷിച്ചിട്ടുണ്ട് അന്ന് തന്നെ. എന്നാണ് അവസാനമായിട്ട് നിമിഷയായിട്ട് സംസാരിക്കുന്നത്? അപ്പം അവസാനമായിട്ട് സംസാരിച്ചപ്പോൾ എന്താ നിമിഷ പറഞ്ഞത്? ഈ റീസെന്റ് വിധി വന്നതിന് ശേഷമാണ് അതായത് 8-ാം തീയതി ചൊവ്വാഴ്ച ഒരു 12 മണി രാത്രിയാവുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കുക, അല്ലാതെ എനിക്ക് വാട്സപ്പില്ലാത്ത മൊബൈലായതുകൊണ്ട് അവൾക്ക് ഇങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങോട്ട് വെറുതെ ട്രൈ ചെയ്ത് നോക്കുകയാണ്, എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ടോമി വിളിച്ച് പറഞ്ഞായിരുന്നു, അമ്മ അവൾ ലൈനിലുണ്ട്, കിട്ടുമോ നോക്കെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറേ നേരം ഇവിടെ തന്നെ വന്ന് പരിശ്രമിച്ച് നോക്കിയപ്പോൾ ബെല്ലടിച്ചു, എടുത്തു. അമ്മയെന്ന് വിളിച്ചു. ധൈര്യമായിട്ടിരിക്കെ, എന്താണ് ഫോണിപ്പോൾ കിട്ടിയുള്ളൂ, അവരെ ആരെങ്കിലും വിളിച്ചു നോക്കിയോ, വക്കീൽ എന്താ പറയണത്, സാമുവൽ സാർ എന്താ പറയണമെന്ന് ഞാൻ കേട്ടു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ എല്ലാവരെയും വിളിക്കാൻ പോകണുള്ളൂ, ഫോണിപ്പോൾ കിട്ടിയുള്ളൂ, എല്ലാവരെയും വിളിക്കേ, കാരണം കുറച്ച് സമയം മൊബൈൽ കൊടുക്കുകയുള്ളൂ, പോലീസുകാർ മേടിച്ചെടുക്കും. അപ്പോൾ അത്രയും സമയം എന്നോട് കളയണ്ടെന്ന് ഓർത്ത് അവരെ വിളിക്ക്, അന്വേഷിക്കുക, ദീപ മാഡത്തിന് മെസ്സേജ് അയക്കുക, രാത്രി ദീപനെ വിളിച്ചാൽ കിട്ടില്ല. അപ്പോൾ പപ്പനെ വിളിച്ചോ, ടോമിനെ പപ്പനെ വിളിച്ചായിരുന്നോ, അവരെയൊക്കെ വിളിക്ക് എന്ന് ആന്നും പറഞ്ഞു വെച്ചതാണ്. പിന്നെ അത് പിന്നെ കിട്ടിയിട്ടില്ല, ലൈനിലുണ്ട് പക്ഷേ എനിക്ക് കിട്ടുന്നില്ല, എപ്പോഴും ബിസിയാണ്, മല്ലൂർക്കൊക്കെ വാട്സാപ്പ് ചെയ്യായിരിക്കും, അങ്ങനെ കിട്ടിയില്ല. അതിന് ശേഷം 8-ാം തീയതി കിട്ടിയതാണ്. ഇത്രയും സംസാരിക്കാൻ പറ്റി. ധൈര്യമായിട്ടിരിക്കുമെന്ന് പറഞ്ഞു, എന്നെ മമ്മിനെ കാണണമെന്ന് അവിടെ ആവശ്യപ്പെട്, മമ്മി അങ്ങോട്ട് വരാം, അത്രയും പറഞ്ഞു. അത് അവൾക്ക് മനസ്സിലായി. നിമിഷ ഇവിടുന്ന് പോകാനുണ്ടായ ഒരു സാഹചര്യം, അതായത് യമനിലേക്കൊക്കെ ജോലിക്ക് പോകാനുണ്ടായ ഒരു സാഹചര്യം ഒന്ന് പറയാമോ? ഇവിടെ മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് നിമിഷ രാജ്യം വിട്ട്, അതും യമൻ പോലൊരു രാജ്യത്തിലേക്കൊക്കെ, മറ്റ് ഒരു പ്രോസ്പെറസ് ആയിട്ട് നമ്മൾ മറ്റ് നഴ്സുമാർ പോകുന്ന ഒരു കൺട്രി ഒന്നുമല്ല, അപ്പോൾ യമൻ പോലൊരു രാജ്യത്തേക്ക് നിമിഷ പോകാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? നിമിഷ എങ്ങനെയാണ്, കുറച്ച് കൂട്ടുകാർ മലയാളികളൊക്കെ ഉണ്ട്, തിരുവനന്തപുരം, തൃശ്ശൂർ മെഡിക്കൽ സെൻറ്ററിൽ നിന്നും, തിരുവനന്തപുരം മെഡിക്കൽ സെൻറ്ററിൽ ഹൈടെക്കിൽ നിന്നും, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് പഠിക്കാനായിട്ട് നഴ്സിങ്ങിൻ്റെ ഭാഗത്ത് പോയപ്പോൾ കുറച്ച് കൂട്ടുകാരികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ അങ്ങനെ തീരുമാനത്തിലായപ്പോൾ അവരോടൊപ്പം തന്നെ പോകണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടു. 1-2 വട്ടമൊക്കെ ഈ നിരസിച്ചു പോയി, വിസ ശരിയാകാതെ. പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു ബുദ്ധിമുട്ട്, അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, എനിക്കിഷ്ടമല്ലാത്ത ബുദ്ധിമുട്ട് വന്നപ്പോൾ 2-3 വട്ടമൊക്കെ മിസ്സായിപ്പോയി. പിന്നെ ഇവിടെ ചേച്ചി നീതുവും പോകാനുള്ളൊരാഗ്രഹത്തിന് 2 പേരും ആയപ്പോൾ 2 പേരും കൂടിയാണെങ്കിൽ ഞാൻ കുറച്ച് അരമനസോട് സമ്മതിച്ചു കൊടുത്തു. അങ്ങനെ ആയപ്പോൾ ഇവിടെ ഫസ്റ്റ് പോകാനായിട്ട് കല്ലൂർ വന്ന് ഏജൻറ്റ് മുഖാരം ശരിയായി. പക്ഷേ ഈ എന്താണ് കായംകുളം പിന്നെ ഒരു സ്ഥലപ്പേരും കൂടെ ഉണ്ട്, അവിടുത്തെ ഒരു ഏജൻസി ആണ് കാര്യങ്ങൾ ശരിയാക്കി പോയത്. പക്ഷെ പോകുമ്പോൾ, അത് കല്യാണം കഴിയാത്ത മുമ്പ് പോകുമ്പോൾ പിന്നെ അവിടെ വേറെ പ്രശ്നങ്ങളും യുദ്ധങ്ങളൊന്നും അപ്പം അത്ര ഇല്ല. അങ്ങനെ പോയ ഉടനെ തന്നെ പിറ്റേ ദിവസം ജോലിക്ക് കയറി, സാധാരണ രീതിയിൽ അങ്ങനെ ജോലിക്ക് കയറി, കുഴപ്പമൊന്നുമില്ലാത്തതായിരുന്നു. ഇവിടെ സാമ്പത്തികമായിട്ട് കുടുംബം അങ്ങനത്തെ ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ടാണോ? സാമ്പത്തികമായി തീരെ കഴിവ് കുറഞ്ഞ വീടാണ്. എനിക്ക് ഇവളിനെ നന്നായിട്ട് പഠിക്കാൻ നല്ല ആഗ്രഹമുള്ള കുട്ടിയാണ്, 2 പേരും പെൺമക്കൾ 2. പക്ഷെ എനിക്ക് സാമ്പത്തികമായിട്ടില്ല. എന്നെ കൊച്ചുങ്ങൾ ചെറുതായിരിക്കുമ്പോൾ എന്നെ വിട്ട് മാറി വേറൊരു, പക്ഷെ ചാനലിൽ പറയാൻ പാടില്ല, ജീവിച്ചിരിപ്പുണ്ടല്ലോ, ആള് മക്കളെയോ എന്നെ നോക്കാതെ നടക്കുമായിരുന്നു എൻ്റെ ഭർത്താവ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഇവരെയും കൊണ്ട് ജീവിച്ചു പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സാമ്പത്തികമായി എൻ്റെ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ടാണ് മക്കളിങ്ങനെ, പക്ഷെ നന്നായിട്ട് പൈസ മുടക്കി പഠിപ്പിക്കാനുള്ള കഴിവ് എനിക്കില്ല. കഴിവില്ലാത്തതുകൊണ്ട് അവൾ ഒത്തിരി പൈസ മുടക്കി വേറെ സ്ഥലങ്ങളിലേക്ക് അയക്കാനുള്ളതുമില്ല. പക്ഷെ ഡോക്ടറാകാൻ പാകത്തിനുള്ള കഴിവും പഠിപ്പൊക്കെ ഉണ്ട്, പക്ഷെ അതിനൊന്നും വഴിയില്ല. അങ്ങനെ ഉള്ളതിനാണ് ഇതിനും കുറച്ച് കാശ് ചിലവാകാനും കടന്നു പോകാം, പിന്നീട് നമ്മുടെ കഷ്ടം മാറുമ്പോൾ നമുക്ക് പഠിക്കാം എന്നുള്ള ചിന്തയിൽ നിമിഷം നീങ്ങിയതാണ്. അവൾ തന്നെ ജോലി ചെയ്ത ആ കാശ് കൊണ്ട് അവൾക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നീങ്ങിയതാണ്. അങ്ങനെ യമനിലേക്ക് പോയി, അതിനുശേഷമാണ് കല്യാണം കഴിയുന്നത്. 6 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞിട്ടാണ് കല്യാണം വന്നിട്ടാണ് കല്യാണം കഴിയുന്നത്. വീണ്ടും വന്നിട്ട് തിരിച്ചു പോകുമായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഇവനെയും കൂട്ടി.
ഭർത്താവിനെയും കൂട്ടിയിട്ട് തിരിച്ചു പോകണം. അങ്ങനെ അവിടെ അവർ എത്ര നാളുണ്ടായിരുന്നു, ഹസ്ബൻഡും വൈഫും അവിടെ? ഒരു 2 വർഷം വരെ ഉണ്ട്. കൊച്ചവിടെ ജനിച്ചത്, മിഷേൽ ജനിച്ചത് അവിടെയാണ്. പിന്നെ മിഷേലിന് 1 വയസ്സുള്ളപ്പോഴാണ് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്, അവര് നാട്ടിലേക്ക് വരുന്നത്. അപ്പോഴാണ് യുദ്ധം നടക്കുമ്പോഴാണ്. അപ്പോൾ യുദ്ധവും പ്രശ്നങ്ങളും അന്നേരം തുടങ്ങി. പക്ഷെ ടോമി നാട്ടിലേക്ക് വന്ന ഉടനെ തന്നെ പെട്ടെന്നൊക്കെ ഇതായി പോയി. ടോമിയുടെ അമ്മ അവിടെയായിരുന്നു. അമ്മയാണ് പ്രസവം നോക്കാനൊക്കെ അങ്ങ് പോയെ. ഞാൻ പോയില്ല. അന്നേരം എനിക്കിത്തിരി പാടില്ലായിരുന്നു. എങ്കിലും അമ്മയെ അങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് ഒത്തിരി ഇവർ വിളിച്ചു. അപ്പോൾ എനിക്ക് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അമ്മയ്ക്ക് എടുത്തിട്ട് വേണം. അപ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞെങ്കിലും പോകാൻ മനസ്സ് ഞാൻ കാണിച്ചില്ല. അവരിങ്ങോട്ട് സമ്മതിച്ചാലേ വരാൻ പറ്റുള്ളൂ എന്നുള്ളത് വിചാരിച്ച്. പിന്നെ എനിക്ക് പാടില്ലാത്ത ആൾ അവിടെ പോകുമ്പോൾ അവർക്കും ഉള്ള ബുദ്ധിമുട്ടല്ലേ എന്നോർത്ത് ഞാൻ പോയില്ല. പക്ഷേ അവൻ്റെ അമ്മനെ കൊണ്ടുപോയിട്ടാണ് പ്രസവം കാര്യങ്ങളും നോക്കിയത്. അമ്മ അവിടെ 8-9 മാസത്തോളം അവൻ്റെ അമ്മ അവിടെ ഉണ്ടായി. എന്നിട്ട് അവൻ്റെ അമ്മനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു, ഒരു കൂട്ടുകാരൻ വരുമ്പോൾ. പിന്നെ ശേഷമാണ് കൊച്ചിനെ എടുത്ത് അവനെ ഇങ്ങോട്ട് പോകുന്നത്. പിന്നീട് ടോമി ഇങ്ങോട്ടേക്ക് നാട്ടിൽ വന്നതിന് ശേഷമാണ് അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതായത് ഒരു ക്ലിനിക്ക് തുടങ്ങാൻ നിമിഷ ട്രൈ ചെയ്യുന്നു. അപ്പം അങ്ങനെ സഹായം, അങ്ങനെയൊക്കെയാണ് അത് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പൊ തുടക്കം മുതലേ പ്രശ്നങ്ങൾ അത് അമ്മ അറിയുന്നുണ്ടായിരുന്നു, നിമിഷ പറയുന്നുണ്ടായിരുന്നു? എപ്പോഴാണ് അമ്മ? കുറേയൊക്കെ അവിടെ യുദ്ധവും പ്രശ്നം തുടങ്ങി. പിന്നെ അധികം വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. വല്ലപ്പോഴും എനിക്ക് വാട്സാപ്പ് ഇല്ലാത്ത മൊബൈലായതുകൊണ്ട് എന്നോട് ടോമി പറഞ്ഞ് അറിയണേ. എന്നോട് നിമിഷയ്ക്ക് നേരിൽ പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അവൾക്ക് എവിടെയും പുറത്ത് പോയി കാശ് കയറ്റി എന്നെ വിളിക്കാനൊക്കെ പോയി. ഗൾഫ് രാജ്യത്തുനിന്ന് ഈ ലോക്കൽ ഫോണിലേക്ക് വിളിക്കുന്ന എത്ര പൈസ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് എന്നെ അങ്ങനെ വിളിക്കാറില്ല. ടോമിന് വാട്സാപ്പിൽ ബന്ധപ്പെടുന്നതുകൊണ്ട് ടോമി വിവരങ്ങൾ എന്നെ വല്ലപ്പോഴും ഞാൻ വിളിച്ചാൽ അന്വേഷിക്കും. അല്ലാതെ ഇപ്പം ഞാൻ അവിടെയല്ലല്ലോ താമസിക്കണം. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ടോമി പറഞ്ഞ വല്ല കാര്യങ്ങൾ അറിയുള്ളൂ. അപ്പം അധികം ഫോണിൽ ബന്ധപ്പെടാനൊന്നും പറ്റില്ല. ഇങ്ങനെ അവിടെ അപ്പോൾ പ്രശ്നമായിട്ട് എന്തിനാ അവിടെ കിടക്കുന്ന, അവൾക്ക് കയറി വരാൻ പാടില്ല എന്നായിരുന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആൾ വന്നില്ല, പിടിച്ചവിടെ നിന്നു. അപ്പോൾ അവനെ കെട്ടിച്ച വീട്ടിലാണെങ്കിലും എല്ലാവരും വലിയ വലിയ ആൾക്കാരാണ്. ചേട്ടനനിയന്മാർ 8 പേരൊക്കെ ഉണ്ട്. ചേച്ചിമാരൊക്കെ നല്ല സ്റ്റാൻഡേർഡില്ലാത്ത കുടുംബത്തിൽ നിന്ന് കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ അവർ ഇത് വേണമെന്ന് പറഞ്ഞ് കൊടുത്തു. അവർക്ക് മുതൽ ആഗ്രഹിച്ചില്ല. അവർ കല്യാണം കഴിക്കാൻ റെഡിയാന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചു വിട്ടു. അപ്പോൾ അവിടുത്തെ അവർക്കൊക്കെ കുറവല്ലേ, അവർക്കൊക്കെ കൂടുതൽ പൈസ ഉണ്ട്, എനിക്ക് കുറവല്ലേ. അപ്പം ഞാനത് നികത്തണം എന്നുള്ളതിൽ ആഗ്രഹത്തിൽ അവിടെ നിൽക്കുവാണ്. അവള് എല്ലാ കഷ്ടങ്ങളും സഹിച്ച് കൊച്ചിനെയും പോലും ആക്കി. ഇത്ര വെടിവെച്ച് അവർ കൊല്ലുവാണെങ്കിലും എന്നും പറഞ്ഞ് എമ്മൻ്റെ ധൈര്യം ഉറച്ച് നിന്നത് ആ സമയം. ഇപ്പം ഇവരുടെ മനസ്സിലിതാണ്. ഇപ്പോൾ കൊണ്ടുപോയതും പൈസയും അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വരാനുള്ള ഒരു മനസ്സുണ്ടായില്ല. അങ്ങനെ അവിടെ പിടിച്ചു നിന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ജീവനൊന്നും ഇന്ന് വരെ ഒരു കുഴപ്പം വരാതെ തമ്പുരാൻ കാത്തു. എന്താന്ന് എനിക്കറിയില്ല, ദൈവം. പിന്നെ ഈ യമനി നാഷണൽ ആയിട്ടൊക്കെ നാട്ടിലേക്ക് വന്നിരുന്നു അല്ലേ? അത് കൊച്ചിൻ്റെ ഇതിന് വേണ്ടിയാ. എന്താണ് കൊച്ചിൻ്റെ മാമോദിസയ്ക്ക് അങ്ങോട്ട് വന്നെങ്കിലും അന്നേരം എനിക്കും അവിടെ പോകാനോ കാണാനോ പറ്റില്ല. ഞാനും പാടില്ലാതിരിക്കായിരുന്നു. അന്ന് കണ്ടില്ല. ഇല്ല, അവർ വന്ന 1 മാസം വരെ ഈ മരിച്ച ആൾ ഇവിടെ ഉണ്ടായി എന്നാണ് ഞാൻ അറിയുന്നത്, ടോമി പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ല. ഇത്തിരി ലോങ്ങാണ്. അതായത് കൊല്ലംകോടും തൊടുപുഴയൊക്കെ ആയിട്ട് വരാൻ എനിക്ക് പറ്റാത്ത ബുദ്ധിമുട്ടുകളായി. യാത്ര ചെയ്ത് വരാൻ വന്നില്ല. പിന്നെ അപ്പോഴൊന്നും പ്രശ്നങ്ങളും ഒന്നും ഞാൻ അറിയില്ല. ഇത് പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് താമസിക്കുമല്ലോ. നല്ല വിശ്വസ്തനായ ഒരുത്തനാ. പക്ഷെ ഫോട്ടോയിൽ കണ്ടു കാണുമായിരിക്കും. നല്ല വിശ്വസ്തൻ, നല്ലൊരു കൊച്ചല്ലേ അവനെ കണ്ട് നല്ലൊരു കൊച്ചനാ. എനിക്ക് അവനെ അങ്ങനെ ആർക്കും വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു കൊലയ്ക്ക് വേണ്ടി അവൻ ഒരുങ്ങി വരുന്ന വിശ്വസിക്കാൻ പറ്റുമോ? പറ്റൂല. ഇപ്പോൾ നിമിഷ നമ്മുടെ അടുത്ത് സംസാരിക്കണ്ടായി ഒരു വർഷം മുമ്പ്. അപ്പം നിമിഷ പറഞ്ഞു 2 വർഷത്തോളം അത് നമ്മൾക്ക് വിവരിക്കാൻ പോലും പറ്റാത്തത്ര താങ്ങാനാവാത്ത പീഡനങ്ങളാണ് നിമിഷ സഹിച്ചത്. അപ്പോൾ ഒന്നും അമ്മ അറിയുന്നുണ്ടായിരുന്നില്ല നിമിഷ? ഇത് എല്ലാം ഈ കേസ് പുറത്ത് വന്ന് അത് പിടിക്കപ്പെട്ടതിന് ശേഷമാണ് അമ്മ ഇത് അറിയുന്നത്. പത്രത്തിൽ വന്നതിന് മുമ്പ് വരെ ടോമി അത്ര ഇതായി എന്നെ അറിയിച്ചിട്ടില്ല. ടോമി അറിയും, മരുമോനറിയും. ഞാനൊരു രോഗിയൊക്കെയാണ്, മരുന്ന് മുടങ്ങാതെ എപ്പോഴും കഴിക്കുന്നത്. എന്തെങ്കിലും പെട്ടെന്നായി പോയാലോ എന്നോർത്ത് അറിയാതിരുന്നതായിരിക്കാം. പിന്നെ പത്രത്തിലൊക്കെ വന്ന ശേഷം അങ്ങോട്ട് കേൾക്കുമ്പോഴൊക്കെയാണ് കുറച്ചങ്ങ് പറയുന്നത്. അങ്ങനെ ഞാൻ അറിയണത്. അപ്പം നിമിഷ പറയുമായിരുന്നു എനിക്ക് കിട്ടൂലായിരുന്നു അപ്പോഴും. അപ്പോൾ അവൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ അവിടെ പോകും. അവൻ താമസിക്കുന്നിടത്ത് പോയാലേ ഇവളിനെ സംസാരിക്കാൻ എനിക്ക് പറ്റുള്ളൂ. അന്നേരം വിളിക്കും പറഞ്ഞ് കാത്തിരിക്കും. വിളിക്കുന്ന സമയം
എന്നോടും ചേർന്ന് സംസാരിക്കും, വീഡിയോയിൽ കൂടെ കണ്ട് സംസാരിക്കും. അതിന് വേണ്ടി ഞാൻ അവിടം വരെ പോകും. അപ്പം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് അവിടെ പോകും. ഇവിടെ ഞാൻ മമ്മിയോട് പറഞ്ഞിട്ട് പോകും, ഞാൻ നിമിഷം എന്ന് ടോമിയുടെ ഫോണിൽ വിളിക്കുമെന്ന് കാണാനാണെന്ന് പറഞ്ഞ് ഞാൻ പോകും. നിമിഷ എന്തായിരുന്നു അപ്പം അമ്മയുടെ അടുത്ത് എന്താണ് പറഞ്ഞത്? പ്രതീക്ഷ ഉണ്ടായിരുന്നോ നിമിഷ മറ്റാരെങ്കിലും ഒക്കെ ആയിട്ട്, ഇപ്പം ഈ പറഞ്ഞ പോലെ സാമുവൽ അങ്ങനെയൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നോ നിമിഷയ്ക്ക് പിടിക്കപ്പെട്ടത്? കണ്ടിന്യൂസ് ആയിട്ടുണ്ട്? ജയിലിൽ പിടിച്ച പിന്നെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ മുമ്പ് പ്രശ്നങ്ങൾ നടക്കുന്നതൊന്നും അവരായിട്ട് ഇല്ല. അപ്പോൾ അവൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന് അധികം ഭർത്താവിനെ കൂടുതൽ അറിയിക്കാതെ രക്ഷപ്പെടും എന്നുള്ളൊരിതിൽ അവൾ കിടന്ന് കുറച്ചൊക്കെ പറ്റാത്തത് അറിയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് മൊബൈലിലേക്ക് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ടോമിക്കെല്ലാം അറിയാം. എനിക്കാണ് അപ്പോഴൊന്നും അറിയാത്തത്. അവർ പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ, ടോമി പറഞ്ഞത് മാത്രമേ അറിയാവൂ. മകൾക്കിപ്പം 7 വയസ്സ് 8 വയസ്സ്. അവൾക്ക് എന്തൊക്കെ അറിയാം? ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്ന് അറിയാമോ? കൊച്ചിന് നിമിഷം മമ്മിയെ പറ്റി ഒന്നും അറിയില്ല. മമ്മി അവിടെ ജോലി ചെയ്യാണ്, കോവിഡ് കാരണം കൊണ്ടുള്ള തടസ്സമാണ്, അത് കഴിയുമ്പോൾ മമ്മി വരും എന്നുള്ളത് മാത്രമേ അവൾക്ക് അറിയുള്ളൂ. ഇത്ര നേരം വരെ അവളോട് ആരും ഇതൊന്നും അറിയിച്ചിട്ടില്ല. പത്രമൊക്കെ വായിക്കാറായി, പക്ഷേ പത്രമോ TV ന്യൂസോ അങ്ങ് മുമ്പിൽ കാണിക്കാൻ, TV കാണാനൊന്നും അനുവാദമില്ല. പക്ഷെ അവൻ്റെ മൊബൈലിൽ വല്ലതുണ്ടെങ്കിലും അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവൾ ലോക്ക് എടുത്തോളും. അപ്പോൾ അത് കാരണം അങ്ങനെ ഇപ്പോൾ കുറച്ചായിട്ട് താമസിക്കാൻ വേറെ താമസിച്ച് പഠിക്കാൻ കൊണ്ടാക്കിയിരിക്കണം, ഹോസ്റ്റലിലാക്കിയിരിക്കുകയാണ്. കൊച്ചല്ലെങ്കിൽ അതൊക്കെ പഠിച്ചെടുത്തോളും. ഇവൻ എന്തെങ്കിലും ആരോടെയും സംസാരിക്കുന്നത് അവൾ ഇതായിക്കോളും എന്ന്. അങ്ങനെ നിമിഷ ആദ്യം ഒരു ക്ലിനിക്കിലല്ലേ നേഴ്സായിട്ട് പോയിരുന്നത്? അപ്പൊ എങ്ങനെ നല്ല ശമ്പളമൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നോ ഇവിടുത്തെ അപേക്ഷിച്ച് നോക്കുമ്പം? അങ്ങനെയാണ് ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടെന്നാണ് ടോമി പറയുന്നുണ്ട് പൈസ. അപ്പോൾ ഇവൾക്ക് കുഴപ്പമില്ലാണ്ട് ഇവര്, അതായത് ടോമിയുടെ അമ്മനെയും കൊണ്ടുപോയി. ടോമി അവിടെ ഇരുന്ന് കൊച്ചിൻ്റെ പ്രസവമൊക്കെ അവിടെ തന്നെ ചെയ്തു. ഒന്നും വായ്പയും കടമൊന്നും മേടിക്കാതെ കാര്യങ്ങൾ ഭംഗിയായി പോയി. കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് അവിടെ, അവരൊക്കെ ഇങ്ങോട്ട് വരും, ഇവർ അങ്ങോട്ട് പോകും. വലിയ സന്തോഷമായി കഴിഞ്ഞതാണെന്ന് ടോമി പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം എങ്ങനെയാണ്? ഇപ്പം മുഖ്യമന്ത്രിനെ കാണാൻ പോകുന്നു, അപ്പം സുപ്രീം കോടതിയിൽ പോകും. അപ്പം അത് ഒരു പ്രതീക്ഷയാണോ അമ്മയ്ക്ക്? പക്ഷെ നമ്മുടെ തടസ്സങ്ങളൊക്കെ ഇവരൊക്കെ ഇടപെട്ട് മാറ്റി നമുക്ക് അവളെ കൊണ്ടുവരാനുള്ള സഹായം ചെയ്തു തരണം എന്നാണ് എൻ്റെ അപേക്ഷ. എങ്ങനെയാണ് ഈ സേവ് നിമിഷ എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിനൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതെങ്ങനെയാണ്? അത് ഈ വാർത്തകളൊക്കെ വന്നതിന് ശേഷം എത്ര നാളായി ഇപ്പം അങ്ങനെ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ട്? 18 മാസമായി. നമുക്ക് ഈ സംഘടന ഉണ്ടാക്കിയിട്ട് 18 മാസമായി. പല സ്ഥലത്തുള്ള ആൾക്കാരാണ്, കാര്യങ്ങൾ ഭംഗിയായി പോകുന്നുണ്ട്. 18 മാസത്തിന് ശേഷം ഇതുവരെ നമുക്ക് അവിടെ ഒരു വക്കീലിനെ വെക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും വലിയ. കീഴ്ക്കോടതിയിൽ നിന്ന് ഇത്രയും ഇവിടെ ശിക്ഷ അനുഭവിച്ച് ശരിക്കും പറഞ്ഞാൽ അവൾക്ക് അവിടെ ഒരു നീതി കിട്ടാതെ വന്നത്, അവൾ ചെയ്തതിന് ഒരു നീതി അവിടെ കിട്ടാനായിട്ട് നമുക്കൊരു വക്കീലിനെ വെച്ച് കൊടുക്കാൻ അവർ ഒത്തിരി ആവശ്യപ്പെട്ടു, നമുക്ക് സാധിച്ചില്ല. അവർ ലക്ഷങ്ങൾ ചോദിക്കുന്നത് ഇവിടെ നിന്ന് കൊടുക്കാനായിട്ട് നമുക്ക് കഴിവില്ല. ആരും നമ്മളെ സഹായിക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിൽ അവിടെ ശിക്ഷ അനുഭവിച്ച് കിടക്കുക. ഇപ്പോൾ ഈ സംഘടന വന്ന ശേഷമാണ് അവിടെ ഒരു വക്കീലിനെ വെച്ച് നമ്മുടെ കേസ് ഇത്രയും പോയതും. നിമിഷയുടെ സത്യം വക്കീൽ സുപ്രീം കോടതി വക്കീലാണ്. ആ വക്കീൽ മനസ്സിലാക്കി കൊടുത്ത് മറ്റ് സാമൂലും ചെന്ന് ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം നിമിഷ പറയുന്നുണ്ട് ഇത് കൊല്ലാൻ ഉദ്ദേശിച്ച് ചെയ്തതല്ല, പാസ്പോർട്ട് തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരു പറഞ്ഞു കൊടുത്ത ഒരു ഇത് ചെയ്ത. അപ്പൊ അത് പ്രോപ്പറായിട്ട് കോടതിന്റെ മുമ്പിൽ കൺവേ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത്രയും നാളും. ഇപ്പോഴാണ് വക്കീലിനോട് പറയാൻ പറ്റിയിരിക്കുന്നത്. ഇപ്പൊ നിമിഷ അല്ല ചെയ്തെന്ന് വക്കീലിന് ഇപ്പൊ ശരിക്കും കുറച്ച് വ്യക്തമായി. കാരണം ഇവളെ കൊണ്ടൊരിക്കലും തനിച്ചൊരു കാര്യം ചെയ്യാൻ പറ്റൂല എന്ന് ആ വക്കീലിന് ഉറപ്പ് ആണ്. ഈ പോയ സാമൂഹ്യ പ്രവർത്തകൻ ബ്രദറിനും അത് ഉറപ്പാണെന്ന് പറഞ്ഞായിരുന്നു എന്നോട്. വക്കീൽ അറബിയാണ്, സാമുവൽ സാർ പറഞ്ഞായിരുന്നു. ഈ ബ്ലഡ് മണി കൊടുത്ത് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, അപ്പൊ അതിന്റെ പ്രൊസീജിയർ എന്താണ്? അങ്ങനെ വക്കീലായിട്ട് സംസാരിച്ചിരുന്നോ ഈ സംഘടനയും വക്കീലുമായിട്ട്? അറബി വക്കീലോ? അത് അറബി വക്കീലായിട്ട് സാമുവൽ സാർ സംസാരിച്ചിട്ട് സാമുവൽ സാറാണ് ഇവരോട് സംഘടനയിൽ സംസാരിച്ചിരിക്കുന്നത്. അതിന് സപ്പോർട്ട് ചെയ്യുന്നത് ഡൽഹിയിലുള്ള ദീപ മാഡം ഒക്കെയാണ് സപ്പോർട്ട് ചെയ്ത് സംഘടനയിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അത്രയും എന്നോട് അത്ര കൂടുതൽ ഞാൻ അതിനെന്നൊന്നും മീറ്റിങ്ങിലോ മറ്റോ ഇതിനും പങ്കെടുക്കാറില്ല. വല്ലപ്പോഴും ഒന്ന് പങ്കെടുത്താലും നമുക്കിതിൻ്റെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഇത് അല്ല ഇപ്പോഴത്തെ നമ്മുടെ മൂഡ്.
അപ്പോൾ കണ്ടു ഇരുന്നു വന്നു എന്നുള്ള ഇതിലാണ് എനിക്ക് എന്നോട് പറ്റുള്ളൂ. എനിക്ക് അത്രയും അല്ല. നമുക്കെന്തെങ്കിലും കേൾക്കുമ്പോഴത്തേക്കും നമ്മളൊന്നും അല്ലാതെ ആയി പോകല്ലേ. നിമിഷ ഇപ്പോഴും പ്രതീക്ഷയുണ്ടോ നിമിഷയ്ക്ക് നല്ല ധൈര്യവും പ്രതീക്ഷയും ഉണ്ട്. ഒരു വാക്ക് കേട്ടാലും മനസ്സിലാവും, ധൈര്യം വിടുന്നില്ല. അവൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. സൈൻ ഓഫ് ചെയ്യുന്നതിന് മുമ്പായി ഇതുപോലുള്ള ജേർണലിസം ചെയ്യുന്നതിന് ടൈമും എഫേർട്ടും റിസോഴ്സസും ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാനാവുകയില്ല. അതുകൊണ്ട് ന്യൂസ് മിനിറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.